സംസ്ഥാനത്തേക്ക് നമ്മൾ വന്നാൽ നമുക്ക് മുന്നറിയിപ്പുകളുണ്ട്. അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ഉണ്ട്. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രശ്മി കാർത്തിക തുടരുകയാണ് നമ്മോടൊപ്പം. രശ്മി, അപ്പോൾ ഏതൊക്കെ ഇടങ്ങളിൽ ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ഇടങ്ങളിൽ കാലാവസ്ഥ രാവിലെ എങ്ങനെയാണ്? മഴ തുടങ്ങിയോ? നമുക്ക് ഏറ്റവും പ്രധാനം അറിയേണ്ടത് ഈ മുന്നൊരുക്കങ്ങൾ, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? വീണ, 21-ാം തീയതി വരെ സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകൾക്കാണ് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെ ഒരു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ നാളെ മഴ കനക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക് നാളെ യെല്ലോ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ മുന്നറിയിപ്പില്ല. പക്ഷെ എങ്കിൽ പോലും തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ രാവിലെ ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിൽ കൂടി മഴയ്ക്ക് സാധ്യതയുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. 10 മണിക്ക് വീണ്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുതുക്കിയ മുന്നറിയിപ്പ് നൽകും. ഏതായാലും സംസ്ഥാന വ്യാപകമായി വരുന്ന 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശത്ത് താമസിക്കുന്നവരും മലയോര മേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുണ്ട്. ചില മേഖലകളിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം എന്നുള്ളതും മുന്നറിയിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മുതലപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവിടെ കഴിഞ്ഞ 3 ദിവസമായി ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അവിടെ ഈ കോസ്റ്റ് ഗാർഡിന്റെയോ പോലീസിന്റെയോ തിരച്ചിൽ പോലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നടത്താനാകില്ല എന്നുള്ളതാണ്, കൂടുതൽ ശക്തമായി നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അവിടെ ഉൾപ്പെടെ ഈ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അവിടെയും ഈ വാഗ്ദാനങ്ങൾ സർക്കാർ നൽകുന്നതല്ലാതെ അതിലൊന്നുപോലും പാലിക്കപ്പെടാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മീൻപിടുത്ത തൊഴിലാളികൾ കടലിൽ പോകുന്ന സമയത്ത് വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണം. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. തീരദേശ മേഖലകളിലുള്ളവരും അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തണം. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ, മലയോര മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നൊരു കാര്യം. വീണ, ശരി, എന്തായാലും ഓരോ മണിക്കൂറിലും ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കാം. കാരണം ഒരു വലിയ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇനിയും നമ്മളാരും മോചിതരായിട്ടില്ല. മുമ്പൊക്കെ നമ്മൾ കനത്ത മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാൻ ആ കാലം ഓർക്കുകയാണ്. പക്ഷേ നമുക്ക് ആ പ്രളയത്തിന് ശേഷം ഇങ്ങോട്ട് ഓരോ മഴയും പിന്നീടുണ്ടായ ഉരുൾപൊട്ടലുകളുടെ പശ്ചാത്തലത്തിലുമൊക്കെ ഓരോ മഴയും പേടി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മഴ ഉണ്ടാകുന്നതിന് മുൻപേ ഇതിന്റെ വാർത്തകളിലേക്ക് പോവുകയാണ്. ഉഷ്ണത്തിൽ ഇങ്ങനെ ഉരുകുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഒരു മഴ പെയ്തെങ്കിൽ, ഒരു നല്ല മഴ പെയ്തെങ്കിൽ, ഭൂമിയും തണുത്തെങ്കിൽ. ഇപ്പോൾ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ ആ മഴയുടെ തണുപ്പും മഴയുടെ കുളിർമയും വെള്ളത്തിനും അപ്പുറം ഒരു ഭയവും ഭീതിയും ഒക്കെയാണ് തോന്നുന്നത്. എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത്. ഇപ്പോൾ പോലും പല മലയോര പ്രദേശങ്ങളിലും അടക്കം പത്തനംതിട്ടയിലടക്കം ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി ഈ യെല്ലോ, ഓറഞ്ച്, റെഡ് അലേർട്ടുകളുടെ ഒരു വിശദമായ ഒരു എക്സ്പ്ലെയിനർ കൂടി ഇന്ന് തീർച്ചയായിട്ടും എത്ര മണിക്കൂറുകൾ ഇടവിട്ടാണ് ഇത് വരുന്നത്, എവിടെ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്, എന്താണ് അതിന്റെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അതെ, തീർച്ചയായിട്ടും.